ഹലോ ഫ്രണ്ട്സ്, 2019 വിഷുഫലം മകയിരം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ താഴെ റെഡ് ബട്ടണിനകത്ത് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷു എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മൊത്തം 12 രാശിയുണ്ട്. മേടം, ഇടവം, മിഥുനം ഇങ്ങനെ തൊട്ട് മീനം വരെ 12 രാശിയുണ്ട്. സൂര്യൻ ഓരോരോ മാസവും ഓരോരോ രാശിയിൽ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് അങ്ങനെ മീനം വരെ വരുമ്പം അത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. എന്നിട്ട് വീണ്ടും അടുത്ത റൗണ്ടിലേക്ക് മേടത്തിലേക്ക് എൻട്രി ചെയ്യുന്ന ആ ദിവസമാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. ഓരോരോ വർഷവും ഈ വിഷുവിന് ഓരോരോ പേരുണ്ട്. ഈ വർഷം എന്ന് പറയുന്നത് വികാരി വർഷം എന്നറിയപ്പെടുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ, വികാരി എന്ന് പറഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെയാകുമ്പം ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം ആലോചിച്ചിട്ട് കല്യാണം നടക്കുന്നില്ല എന്നുള്ളവർക്ക് ഈ വർഷം ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കല്യാണം നടക്കും. അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി നമുക്ക് ഈ പറയുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. അതിനുമുമ്പ് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഒരു 50% ഏകദേശം നിങ്ങൾക്ക് കറക്റ്റായിരിക്കും. ബാക്കിയുള്ള 50% നിങ്ങൾക്ക് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രഹനില ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് ഉണ്ടെങ്കിലും മതി. അതല്ലാതെ ഒരാളുടെ നക്ഷത്രം മാത്രം വെച്ചിട്ട് ഒരിക്കലും ഒരാളുടെ 100% ഫലം നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, ഒരു ജ്യോതിഷനും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ 27 നക്ഷത്രമേ ഉള്ളൂ. പക്ഷേ ഗ്രഹനില എന്ന് പറയുന്നത് 27 മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോരോ ഗ്രഹനിലയാണ്. ഈ വിഷുഫലം എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ 4 ഗ്രഹം എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്: വ്യാഴം, ശനി, രാഹു, കേതു. എന്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ഗ്രഹം നമ്മൾ എടുക്കുന്നില്ല എന്ന് പറയാമെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഒരു മാസം ഇല്ലെങ്കിൽ 1.5 മാസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ ഇരിക്കത്തില്ല. പക്ഷേ ഈ പറയുന്ന രാഹു, കേതു 1.5 വർഷം ഒരു വീട്ടിലുണ്ടാവും. പിന്നെ വ്യാഴം 1 വർഷം, പിന്നെ ശനി 2.5 വർഷം. ഇത് വെച്ചിട്ട് നമുക്ക് വർഷഫലം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം വെച്ചിട്ട് നമുക്ക് മാസഫലങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. വിഷു ഫലം പറയണമെന്നുണ്ടെങ്കിൽ ഇത് പറയണം. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന മകയിരം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും നോക്കാം. മകയിരം നക്ഷത്രത്തിൽ എന്ന് പറയുന്നത് 2 പേരുണ്ട്. 2 പേരെന്ന് പറഞ്ഞാൽ മകയിരത്തിൽ ഇടവത്തിലും ഉണ്ട്, മിഥുനത്തിലും ഉണ്ട്. ഇടവ രാശിക്കാർക്ക് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ 2 രാഹു സഞ്ചരിക്കുന്നു. 2 എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അറിയാം. 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം. അങ്ങനെയാകുമ്പം കുടുംബം, ധനം, നമ്മുടെ സ്പീച്ച്, പിന്നെ ലക്ക്, പ്രോഫിറ്റ്, ജ്വൽസ്, പിന്നെ ബോണ്ട്, പ്രോപ്പർട്ടീസ്, ഷെയർ മാർക്കറ്റ്, പിന്നെ നമ്മുടെ റൈറ്റ് ഐ, ബാങ്ക് ബാലൻസ്, പിന്നെ ധനം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് പിന്നെ അച്ഛൻ്റെ അസുഖം. ഇതിനകത്ത് പറഞ്ഞാൽ ഇതെല്ലാം ഇത് വരുന്നത് ഈ പറയുന്ന 2ലാണ് വരുന്നത്. ഈ 2 അങ്ങനെ ആകുമ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കുടുംബമായിട്ടില്ല എന്നുണ്ടെങ്കിൽ, മകയിരം നക്ഷത്രക്കാർക്ക് കല്യാണം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം ഈ പറയുന്ന ഇടവം രാശിയിലുള്ളവർക്ക് കല്യാണം നടക്കും. അതാണ് എൻ്റെ ഉറപ്പ്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, അച്ഛൻ്റെ അസുഖങ്ങളും കൂടെ ഒന്ന് ചെറുതായിട്ട് കൂടാനുള്ള ഒരു ചാൻസും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാം നമുക്ക് ബിസിനസ് ആയാലും ഇൻകം ആയാലും ഇത് പറയുന്ന മൊത്തം 2ലാണ് വരുന്നത്. പക്ഷേ മിഥുന രാശിക്കാരൊക്കെ ആകുമ്പം അവർക്ക് ലഗ്നത്തിൽ തന്നെ ഒന്നിൽ തന്നെ അവർക്ക് രാഹു നിൽക്കുന്നു. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ജനിച്ച സ്ഥലം, നമ്മുടെ ആരോഗ്യം, പിന്നെ നമ്മുടെ സന്തോഷം, പിന്നെ രാഷ്ട്രീയം, പിന്നെ മുടിയുടെ അത് വരും. പിന്നെ വേറെന്തോ പറഞ്ഞാൽ നമ്മുടെ അണിയൻ്റെ ലാഭം, നമ്മുടെ തല, മുഖം, നമ്മുടെ സ്വഭാവം, അമ്മയുടെ സ്നേഹം, നമ്മുടെ ജയം, ഇതെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാകുമ്പം ഇതെല്ലാം ഇവർക്ക് ഈ 1 ഈ മിഥുനം രാശിയിലുള്ളവർക്ക് ഇതെല്ലാം ഉള്ളവർക്ക് 7 ഇപ്പം ഗുരു സഞ്ചരിക്കുന്നുണ്ട്. അത് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വൈഫോ ഇല്ലെങ്കിൽ ഹസ്ബൻഡോ. വൈഫായെങ്കിൽ അവർക്ക് ഹസ്ബൻഡോ വരും, അവർക്ക് അങ്ങനെയാകുമ്പം കല്യാണം, ബിസിനസ്, പിന്നെ ലീഗലായിട്ടുള്ള കോൺട്രാക്റ്റ്, അതൊക്കെ എന്ന് പറയുന്നത് 7ലാണ് വരുന്നത്. പിന്നെ സൊസൈറ്റിയിൽ നമുക്കുള്ള ഒരു പേര്, പ്രോപ്പർട്ടീസ്, പിന്നെ നല്ല ആഹാരങ്ങൾ, പിന്നെ പാർട്ട്ണറും ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർ, പിന്നെ ഡ്രസ്സ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റീസ് ഉള്ള പവർ, ഇതെല്ലാം 7. അങ്ങനെയാകുമ്പോൾ ഇതും കൂടെ ഇൻക്രീസ് ചെയ്യും. പിന്നെ കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞാൽ 8 ഈ കേതുവും ശനിയും നടക്കുന്നുണ്ട്. 8 കേതു നിൽക്കുന്നത് ഒരു ഇത് നല്ലതാണ്. കാര്യം 8 എന്ന് പറയുന്നത് തന്നെ തട്ട്, അങ്ങനെ ആക്സിഡൻറ്റ്, അങ്ങനെ ഉള്ള വരും ഒരു നമ്മുടെ ആയുസ് ഒരുപാട് ഉള്ള ഇത് മൊത്തം. അത് ഈ പറയുന്ന കേതു ഡിക്രീസ് ചെയ്യും. പിന്നെ തൊഴിൽപരമായിട്ടുള്ളവർക്ക്
ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, ഒരു മന്ദഗതി ഉണ്ടാവും. ഇത് മൊത്തത്തിൽ ഷെയർ മാർക്കറ്റിലുള്ള പ്രോഫിറ്റ് 1-2 നല്ല കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ ഷെയർ മാർക്കറ്റിലുള്ള നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, പിന്നെ വൈഫ് വഴി നമുക്ക് കിട്ടുന്ന പ്രോപ്പർട്ടീസ്, പിന്നെ ഇങ്ങനെയുള്ള 1-2 ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻഷുറൻസ്. ബാക്കി കൂടുതലും നെഗറ്റീവാണ്. ഈ നല്ല കാര്യങ്ങൾ കേതു നടത്താൻ സമ്മതിക്കത്തില്ല, ബാക്കിയുള്ള ചീത്ത കാര്യങ്ങളും നടക്കാൻ സമ്മതിക്കത്തില്ല. ആക്സിഡൻറ്റ്, ലോസ്, പിന്നെ സർജന്, പിന്നെ സഡൻ ലക്ക്, അതും ഈ 8 എന്ന് പറയുന്ന ഇതാണ്. ഈ നല്ല കാര്യങ്ങളെല്ലാം ഈ ഒക്ടോബർ ആകുമ്പം വ്യാഴം ഈ പറയുന്ന 8ലേക്ക് വരുന്ന സമയത്ത് നല്ല കാര്യങ്ങളെല്ലാം നടക്കും. അതുമാത്രമല്ല, വ്യാഴം പൊതുവെ ഈ വർഷം എല്ലാവർക്കും നല്ലത് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വ്യാഴം അതിൻ്റെ സ്വന്തം വീട് 12 വർഷത്തിൽ ഈ മൊത്തം കറങ്ങി വരുന്നതിന് വ്യാഴം 12 വർഷം എടുക്കും, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വരുന്നതിനും. ഇതിനകത്ത് 2 വർഷം മാത്രമേ ഉള്ളൂ വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. 2 വർഷം അതെന്ന് പറയുന്നത് ധനുവിൽ വ്യാഴം വരുമ്പോഴും മീനത്തിൽ വരുമ്പോഴും മാത്രമേ ഉള്ളൂ. ഈ ബാക്കിയുള്ള 10 വർഷത്തിനേക്കാളും ഏറ്റവും കൂടുതൽ അത് ഗുണം മാത്രം ചെയ്യുന്ന വർഷമായിരിക്കും ഇത് രണ്ടും. ബാക്കിയുള്ള വർഷം എന്ന് പറയുന്നത് ഈ വ്യാഴം അങ്ങനെ ആർക്കും ദോഷം ചെയ്യാറില്ല, പക്ഷെ ഗുണം ചെയ്യാനുള്ള കഴിവ് അതിനില്ലെങ്കിലും ദോഷം അത് ചെയ്യത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിരിക്കും. അങ്ങനെയാകുമ്പം ഈ പറയുന്ന മകയിര നക്ഷത്രക്കാർക്ക് ഷെയർ മാർക്കറ്റ് വഴി പ്രോഫിറ്റ് കിട്ടാനും, സഡൻ ലക്ക്, പെട്ടെന്നൊരു ലക്ക് വരാനും, ഇൻഷുറൻസ് വഴി പൈസ കിട്ടാനും, വൈഫിൻ്റെ പ്രോപ്പർട്ടീസ് വരാനും, പിന്നെ ലോസ് ഓഫ് മണിയൊക്കെ ഉണ്ട്, അതെല്ലാം അത് കുറയ്ക്കാനുള്ളത് ഈ പ്രാവശ്യം വ്യാഴം തീർച്ചയായിട്ടും ചെയ്യും. അതിൻ്റെ സ്വന്തം വീടാണ് ഈ പറയുന്ന മീനവും ധനുവും. ആ സമയത്ത് അത് 12 വർഷത്തിൽ 2 വർഷമേ ഉള്ളൂ ഇത് ഇത്രയും ഗുണങ്ങൾ ചെയ്യുന്നത്. അത് ഈ വർഷം വരുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാവും. പിന്നെ മിഥുന രാശിക്കാർക്കാകുമ്പം അത് 7 വരുന്നത്. അന്നേരം ഒക്ടോബർ മിഥുനം രാശിയിലുള്ള മകയിരം നാളുകാർക്ക് ഈ ഒക്ടോബർ കഴിയുമ്പം കല്യാണം തീർച്ചയായിട്ടും ഉറയ്ക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു 50% ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ബാക്കിയുള്ള 50% അത് പോസിറ്റീവായിട്ടാണ് നടക്കുന്നത്, നെഗറ്റീവായിട്ടാണ് നടക്കുന്നത്. അത് നിങ്ങളുടെ ഗ്രഹനില നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് കാണണം. ഇതിൻ്റെ റെമഡീസ് എന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.